വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡെസേർട്ട് റെസിപ്പിയുമായാണ്. ചൂടുകാലത്ത് പ്രത്യേകിച്ചും അതുപോലെ തന്നെ വിരുന്നുകാർ വരുന്ന സമയത്തും നമുക്ക് വെറൈറ്റിയായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായ അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതിനായി മീഡിയം വലുപ്പത്തിലുള്ള 3 ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് നന്നായി വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിനായി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇത് കുക്ക് ചെയ്യുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ആ ക്യാരറ്റ് ചെറുതായി മുങ്ങുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്ന സമയം വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. വിസിൽ വന്നതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ക്യാരറ്റിൻ്റെ പീസ് എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ വെള്ളം കളയുന്നതിന് ഞാനിവിടെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റുന്നുണ്ട്. ക്യാരറ്റ് നന്നായി തണുത്ത് കിട്ടുന്ന സമയം വരെ നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഒരു ബൗളിനകത്തേക്ക് 3.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഒരു ബൗൾ എടുത്ത് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബേസിൽ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അത് കുതിരാൻ ആവശ്യമായ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് കുതിരാനായി ഞാനിവിടെ സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് 3.5 കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. 3.5 കപ്പ് അളവ് പാലെടുത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ 3.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചത്. നിങ്ങൾ എടുക്കുന്ന പാലിൻ്റെ അളവ് ഇതിലും കുറവാണെങ്കിൽ അതിനനുസരിച്ച് മാത്രം കസ്റ്റേർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു കപ്പിന് 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിനാണ് ഞാൻ കസ്റ്റേർഡ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാൽ ഏകദേശം ഒന്ന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമെല്ലാം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഞാൻ 1/2 കപ്പ് മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമ്മൾക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാൽ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ പാലിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. കാരണം നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്തത് കൊണ്ട് ഇതിൻ്റെ അടിയിൽ പൊടി ഊറിയിട്ടുണ്ടാവും. ആ സമയത്ത് ഇത് ഒന്നുകൂടെ നന്നായി സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അല്പാൽപ്പം ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാൻ. പിന്നെ കസ്റ്റാർഡ് പൗഡർ ചേർത്തതിന് ശേഷം ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ചെറുതായി ഒന്ന് കുറുകി വരുന്ന സമയം വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നീട് ഈ സമയത്ത് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷവും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ നന്നായി തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. 4 ടേബിൾ സ്പൂൺ അളവിൽ ഐസ്ക്രീം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം.
നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഇല്ല എങ്കിൽ നിങ്ങൾ കുറച്ച് പാലും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ നന്നായി അടിച്ചെടുത്താൽ മതി. ഇവിടെ ക്യാരറ്റ് ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇതിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റേർഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവൂ. അതിനുശേഷം നമ്മൾ അടിച്ചെടുത്തിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഒരു വിസ്കോ അല്ലെങ്കിൽ നന്നായിട്ട് ഒരു സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇപ്പോൾ ഈ ക്യാരറ്റും കസ്റ്റാർഡും നന്നായി തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി കവർ ചെയ്ത ശേഷം 2-3 മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. 3 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം നന്നായി തണുത്ത ഈ മിക്സ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ കറുത്ത മുന്തിരി ചെറുതായി കട്ട് ചെയ്തതും, നല്ല മധുരമുള്ള മുന്തിരിയാണ് ഇതെടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു പൊമഗ്രനേറ്റിൻ്റെ പകുതിയും, പിന്നെ ഒരു ചെറിയ ആപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്തതും, നല്ല പഴുത്ത മാങ്ങയുടെ ചെറുതാക്കിയ കഷ്ണങ്ങളും, പിന്നെ കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. ഇതിൽ പിസ്തയും കാഷ്യൂ നട്ട്സും ബദാമും ചെറുതാക്കി കട്ട് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ബേസിൽ സീഡ്സ് 2-3 ടീസ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന ഫ്രൂട്ട്സ് എപ്പോഴും നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അധികം പുളിയുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കറയ്ക്കുന്ന ഫ്രൂട്ട്സും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇത് ഞാനിവിടെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ വിരുന്നുകാരെല്ലാം വരുന്ന സമയത്ത് നമുക്ക് ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് സെർവ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ കുട്ടികളെല്ലാം ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചു തീർക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും പുതിയ പുതിയ ഇഫ്താർ വിഭവങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾ എല്ലാവരും